നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഏറ്റുമാനൂരിൽ വീണ്ടും കൂട്ട ആത്മഹത്യ. ഹൈക്കോടതി അഭിഭാഷകയായ യുവതി 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ചാടി മരിച്ചു. മരണപ്പെട്ടത് 5ഉം 2ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA പാമ്പാടിയിൽ ഏകദിന ഉപവാസം നടത്തി. സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ തിമിരം ബാധിച്ചെന്ന് VM സുധീരൻ. വെള്ളൂരിൽ പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. കാലിൽ 3 മുള്ളുകൾ തറച്ചു കയറി. മധ്യപ്രദേശിൽ മലയാളി വൈദികനെ ആക്രമിച്ച കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കണമെന്ന് PC തോമസ്. കേരള കോൺഗ്രസിന്റെ ധർണ പാലായിൽ. വാർത്തകൾ വിശദമായി. ഏറ്റുമാനൂരിൽ വീണ്ടും കൂട്ട ആത്മഹത്യ. പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അമ്മയും 2 പിഞ്ച് പെൺകുഞ്ഞുങ്ങളും മരിച്ചു. ഹൈക്കോടതി അഭിഭാഷക, ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശി അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ്, മക്കളായ 5 വയസ്സുകാരി നേഹ, 2 വയസ്സുകാരി പൊന്നു എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം. രാഷ്ട്രീയ തിമിരം ബാധിച്ച സംസ്ഥാന സർക്കാരിന്റെ ഏകപക്ഷീയമായ നിലപാടുകൾ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ചാണ്ടി ഉമ്മൻ MLAയുടെ നേതൃത്വത്തിൽ പാമ്പാടിയിൽ നടത്തിയ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VM സുധീരൻ. പുതുപ്പള്ളി മണ്ഡലത്തോട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഏകദിന ഉപവാസം നടത്തി. പാമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ നടന്ന ഉപവാസ സമരം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. അന്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വവും ജനങ്ങളെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഇടതു സർക്കാരിന് ജനകീയ സമരങ്ങളോട് തന്നെ പുച്ഛമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും നാട്ടിൽ വ്യാപിക്കാൻ കാരണം സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്നും ലഹരി ഉപയോഗത്തിലും മദ്യഷാപ്പുകളുടെയും കാര്യത്തിൽ മാത്രമാണ് കേരളം ഈ ഇടതുഭരണ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നും VM സുധീരൻ ആരോപിച്ചു. ഈ സർക്കാരിന്റെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഏകപക്ഷീയമായ തെറ്റായ സമീപനത്തിന്റെ സൃഷ്ടിയാണ് ഈ സാഹചര്യം. ജനകീയ സമരങ്ങളോട് സർക്കാരിന്റെ സമീപനം വളരെ മോശമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അടുത്ത കാലത്തെ ഒരുപാട് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശാ സഹോദരിമാർ സമരം ചെയ്ത് 65 ദിവസം പിന്നിട്ടു. സമരത്തിലൂടെ, നിരന്തരമായ സമരത്തിലൂടെ പ്രവർത്തിച്ച് അധികാരത്തിൽ വന്ന തൊഴിലാളി വർഗ പക്ഷപാതിത്വമുള്ള ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ആ സമരത്തോട് കാണിക്കുന്ന തെറ്റായ സമീപനം നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്ന സംസ്ഥാന സർക്കാർ നാടിനെയും ഒപ്പം ജനങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. പുതുപ്പള്ളിയുടെ ജനങ്ങളും കാര്യം കൊടുക്കുന്നവരല്ലേ? ഇവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യമൊന്നും പറയട്ടെ. എനിക്ക് ഇന്നലെ മെസ്സേജുകളുടെ പരമ്പരയായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ഇവിടുത്തെ പ്രശ്നം ചോദിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ എണ്ണിയാണ് പറയുന്നത്. ചികിത്സ കിട്ടാൻ അവസരമില്ല, ഒരു തരത്തിൽ മരുന്നില്ല. ഇത് തന്നെയാണ് തോട്ടയ്ക്കാട് ആശുപത്രി അവസ്ഥ. ഓരോ ആശുപത്രിയുടെ അവസ്ഥ എടുത്താലും ഈ തരത്തിൽ നമ്മുടെ നാടിനെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KB ഗിരീശൻ അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, KPCC സെക്രട്ടറിമാരായ കുഞ്ഞ് ഇല്ലംപള്ളി, സുധാ കുര്യൻ, UDF കോട്ടയം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, UDF പുതുപ്പള്ളി നിയോജക മണ്ഡലം ചെയർമാൻ കുഞ്ഞ് പുതുശ്ശേരി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KK രാജു, DCC ജനറൽ സെക്രട്ടറിമാരായ JG പാലക്കലോടി, ഷേർലി തരിയൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KR ഗോപകുമാർ, അനിയൻ മാത്യു, സിജു K ഐസക് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പാമ്പാടി വെള്ളൂർ അണ്ണാടി വയലിന് സമീപം പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. 3 മുള്ളുകൾ ഇദ്ദേഹത്തിന്റെ കാലിൽ തറച്ചു കയറി. പാമ്പാടി വെള്ളൂർ അണ്ണാടി വയലിന് സമീപം നൊങ്ങൽ റൂട്ടിൽ പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. വെള്ളൂർ താന്നുപേരിൽ ജോണിച്ചനാണ് പരിക്കേറ്റത്. 3 മുള്ളുകൾ ജോണിച്ചന്റെ കാലിൽ തറച്ചു കയറി. ഞായറാഴ്ച വെളുപ്പിന് 4:45 സംഭവം. പുലർച്ചെ പത്രവിതരണം നടത്തുന്നതിനായി ഇടവഴിയിൽ കൂടി സ്കൂട്ടറിൽ സഞ്ചരിക്കവേ വഴിയിൽ കിടന്ന മുള്ളൻ പന്നി മുള്ള് കുടയുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവമെന്ന് ജോണിച്ചൻ പറയുന്നു. ഇവിടെ കൊണ്ട് അണ്ണാടിവേലി കൊണ്ട് വിട്ട് തിരിച്ച് അണ്ണാടിവേലിയിൽ നിന്ന് ഈ പോയ റൂട്ടിൽ നിന്ന് തിരിച്ച് കയറി വരുന്നു. തിരിച്ച് കയറി വന്നിട്ട് ആ പള്ളിയുടെ അവിടുത്തെ വളവ്, അതായത് സെൻറ് തോമസ് യാക്കോബ സത്യത്തിൻ്റെ ആ വളവ് ഇങ്ങനെ കയറി ഇങ്ങോട്ട് പോരുന്ന സമയത്താണ്
ഞാൻ നോക്കുമ്പോൾ ഒരു കരിയിലയാണ്. അതെന്നും സാറിന് അവിടെ കരിയില തേക്കിൻ്റെ ഇലയൊക്കെ കിടപ്പുണ്ട്. തേക്കിൻ ഇലയാണെന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഒരടി പോലും അകലം, ഒരടി അകലം ഇത്രേ ഉള്ളൂ. എൻ്റെ കാലണ്ട് വന്ന് മുള്ളു തറച്ച് കയറുന്നു, വണ്ടി വെട്ടി ഇങ്ങനെ പോകുന്നു. കാരണം നമുക്കറിയത്തില്ല, മുള്ളമതി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഇത് എൻ്റെ കയ്യിൽ ഞാൻ പോയി നോക്കി തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ നാരങ്ങാലി പൊടിച്ച പോലെ ഇത് ഇങ്ങനെ നിൽപ്പുണ്ട്. ഒരു ഹെൽമെറ്റിൻ്റെ വലുപ്പമേ ഉള്ളൂ സാധനം. കാലിൽ കയറിയ മുള്ള് നീക്കിയ ശേഷം പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹം ചികിത്സ തേടി. കഴിഞ്ഞ 7 വർഷമായി പത്രവിതരണം നടത്തുകയാണ് ജോണി. കൂടാതെ കുടിവെള്ള പദ്ധതിയുടെ മോട്ടോർ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹമാണ്. കോഴി വളർത്തലുമുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജോണിയും ഭാര്യയും കഴിയുന്നത്. അണ്ണാടി വയൽ, നൊങ്ങൽ പ്രദേശങ്ങൾ ഭൂരിഭാഗവും വനത്തിന് സമാനമാണ്. ഇവിടെ പ്രദേശത്ത് കാട്ടുപന്നി, കുറുക്കൻ, മരപ്പെട്ടി തുടങ്ങിയ ജീവികളുടെ ശല്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. മധ്യപ്രദേശിൽ മലയാളി വൈദികനെ ആക്രമിച്ച കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ്. കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മധ്യപ്രദേശിൽ മലയാളി വൈദികനെ ക്രൂരമായി മർദ്ദിച്ചവശനാക്കിയ പ്രതികളെ പിടികൂടാൻ വൈകരുതെന്നും കുറ്റവാളികൾക്ക് ശക്തമായ ശിക്ഷ നൽകി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് ആവശ്യപ്പെട്ടു. വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് പുളിങ്ങാട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് അബ്രാഹം, MP ജോസഫ്, തോമസ് കണ്ണന്തറ, ജില്ലാ പ്രസിഡന്റ് ജേസൺ ജോസഫ്, സന്തോഷ് കൗകാട്ട്, തോമസ് ഉഴുന്നാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കാഞ്ഞിരപ്പള്ളിയുടെ ജലസ്രോതസ്സായ ചിറ്റാർപ്പുഴ വെള്ളം താഴുന്നതോടെ മാലിന്യപ്പുഴയായി. പുഴയുടെ അടിത്തട്ടിൽ മാലിന്യ കൂമ്പാരമായി. ഒഴുക്ക് മുറിഞ്ഞതോടെ കാട് വളർന്ന പുഴയിൽ ചെറിയ തുരുത്തും രൂപപ്പെട്ടു. കാഞ്ഞിരപ്പള്ളിയുടെ പ്രധാന ജലസ്രോതസ്സായ ചിറ്റാർപ്പുഴ മാലിന്യം കൊണ്ട് നിറഞ്ഞു. ടൗണിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും തള്ളുന്ന ലോഡ് കണക്കിന് മാലിന്യമാണ് ചിറ്റാർപ്പുഴയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വേനൽ മഴയിൽ ഒഴുകിയെത്തിയ മാലിന്യവും കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ്. 10,000-കണക്കിന് കുടുംബങ്ങളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും ജലസ്രോതസ്സാണ് ഇത്തരത്തിൽ മലിനമായത്. കടുത്ത വേനലിൽ പുഴയിൽ ഒഴുക്ക് മുറിഞ്ഞതോടെ പുല്ലും കാടും വളർന്ന ചെറിയ തുരുത്തുകളും ഉണ്ടായിട്ടുണ്ട്. മാലിന്യ കൂമ്പാരമായി മാറിയ പുഴയിലെ വെള്ളത്തിന്റെ നിറം പോലും മാറിയ നിലയിലാണ്. ഓടകളിലെ മലിനജലമെല്ലാം ഒഴുകിയെത്തുന്നതും ചിറ്റാർപ്പുഴയിലാണ്. നിരവധി കുടിവെള്ള സ്രോതസ്സുകളുടെ കിണറുകൾ ചിറ്റാർപ്പുഴയുടെ കരയിലായി പലയിടങ്ങളിലുണ്ട്. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ നടപടികൾ ഇല്ലാതായതോടെയാണ് ചിറ്റാർപ്പുഴയിലേക്ക് മാലിന്യം തള്ളാൻ തുടങ്ങിയത്. ഹരിത കർമ്മസേനയുടെ നേതൃത്വത്തിൽ കടകളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നുണ്ടെങ്കിലും വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യം ചിറ്റാർപ്പുഴയിലേക്ക് ഇപ്പോഴും തള്ളുന്നുണ്ട്. ചിറ്റാർ പുനർജനി എന്ന പേരിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോഴിത് നിലച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കങ്ങഴ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ ജോസ് കെ മാണി MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ മുടക്കി കോൺക്രീറ്റ് ചെയ്ത മുതുമരം കുളമക്കാട് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS റംല ബീഗം, 11-ാം വാർഡ് മെമ്പർ AM മാത്യു അനിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ബിരുദ പഠനത്തിൽ സാധ്യതകളുടെ ലോകം തുറന്ന് അരുവിത്തുറ കോളേജിൽ സമീക്ഷ 2025 മുഖാമുഖം പരിപാടി MG സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോജി അലക്സ് ഉദ്ഘാടനം ചെയ്തു. ബിരുദ പഠനത്തിൽ സാധ്യതകളുടെ അക്ഷയഖനി തുടർന്ന് അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ സമീക്ഷ 2025 മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിച്ച ഡിഗ്രി ഓണേഴ്സ് കോഴ്സുകളിൽ വിജയകരമായി ബിരുദ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡിഗ്രി ഓണേഴ്സ് കോഴ്സുകൾ സംബന്ധിച്ച് അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ഡോക്ടർ ജോജി അലക്സ് നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ CB ജോസഫ്, കോളേജ് ബർസാർ ഫാദർ ബിജു കുന്നക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ, IKSC കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ്, FYUGP നോഡൽ ഓഫീസർ ഡോക്ടർ സിബിൽ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി അത് സാധ്യമാക്കിയ ഒരു യുവാവിനെ ഇനി പരിചയപ്പെടാം. സ്പോർട്സ് ബൈക്കുകളുടെ മെക്കാനിക്കായ വിഷ്ണു. കോട്ടയം നട്ടാശ്ശേരിയിൽ KTM ബൈക്കിന്റെ വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിഷ്ണു. കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണിത്. കുട്ടിക്കാലത്ത് വാഹനങ്ങളോട് തോന്നിയ ഭ്രമം വളർന്നപ്പോൾ സ്പോർട്സ് ബൈക്കുകളോടായി മാറി. വണ്ടിഭ്രമം മൂത്ത് കോട്ടയം നാട്ടകം സിമന്റ്സിലെ ഇലക്ട്രീഷ്യൻ ജോലി വേണ്ടെന്ന് വെച്ച് KTM ബൈക്കിന്റെ വർക്ക്ഷോപ്പ് നടത്തുകയാണ് വിഷ്ണു എന്ന യുവാവ്. സ്പോർട്സ് ബൈക്കുകളുടെ മെക്കാനിക്കാകുക എന്നതായിരുന്നു വിഷ്ണുവിന്റെ വലിയ ആഗ്രഹം. വീടിന്റെ കാർ ഷെഡിൽ സ്വന്തം KTM ബൈക്ക് നന്നാക്കിയായിരുന്നു തുടക്കം. പിന്നീട് ആളുകൾ തേടി വന്നു തുടങ്ങി.
ഇതോടെ വീടിന് പിന്നിൽ സ്വന്തമായി ഡിസൈൻ ചെയ്ത് സ്ട്രോക്കേഴ്സ് ഗാരേജ് എന്ന പേരിൽ സ്പോർട്സ് ബൈക്കുകളുടെ വർക്ക്ഷോപ്പ് തുടങ്ങി. നിരവധി പേരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബൈക്കുകൾ നന്നാക്കാനായി ഇവിടെ എത്തുന്നത്. സ്പോർട്സ് ബൈക്കുകൾ മാത്രമാണ് ഇവിടെ നന്നാക്കുന്നത്. ഒറിജിനൽ സ്പെയർ പാർട്സുകളും ലഭ്യമാണ്. കഠിനമായ എതിർപ്പുകളെ നേരിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് വിഷ്ണു പറയുന്നു. ആദ്യ സമയത്തൊക്കെ ചേട്ടാ ഭയങ്കര എതിർപ്പായിരുന്നു. കാര്യം എല്ലാവരുടെ ഭാഗത്തുനിന്നും, വീട്ടുകാരുടെ ഭാഗത്തുനിന്നാലും വൈഫിന്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് എല്ലാത്തിനും എതിർപ്പായിരുന്നു. പക്ഷെ വൈഫ് സപ്പോർട്ടായിരുന്നു. ചേട്ടനെ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് മൊത്തത്തിൽ മാറുന്നത്. ആ സമയത്ത് ഇടയ്ക്ക് കമ്പനി പോവും, അങ്ങനെ പകുതിയായിട്ടൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഫുള്ളി മാറുന്ന വൈഫ് വന്നിട്ട് എന്നിട്ട് പറഞ്ഞു നമുക്കിത് അങ്ങ് തുടങ്ങും വിഷയന്റെ ഭാഷ ഞാൻ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അന്നേരമാണ് PMGP ലോണിനെ പറ്റി ഇവള് പറഞ്ഞത്. അങ്ങനെ അറിഞ്ഞാണ് എടുക്കുന്നത്. ഇങ്ങോട്ട് മാറുമ്പോൾ ഫുള്ളി നമ്മൾ രാജിവെച്ചിട്ട് ഫുള്ളി ഇങ്ങോട്ട് ഇറങ്ങുക ചെയ്തത്. വിജയം 100%. കാര്യം എതിർപ്പുണ്ടായിരുന്നു, കുറെ എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ ആ എതിർപ്പൊന്നും കേൾക്കാണ്ട് എനിക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. കാര്യം എനിക്ക് വിജയിക്കാൻ പറ്റും എന്നൊരു എനിക്ക് മനസ്സിലൊരിതുണ്ട്. അത് വെച്ച് ഞാൻ മുമ്പോട്ട് പോയി. ദൈവം സഹായിച്ചുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോകുന്നുണ്ട്. ബൈക്കുകൾ കൈകാര്യം ചെയ്യാൻ കൃത്യമായി അറിയില്ലാത്തതാണ് ചെറുപ്പക്കാർ അപകടങ്ങളിൽ പെടുന്നതെന്നും വിഷ്ണു കൂട്ടിച്ചേർത്തു. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വണ്ടി ശരിക്കും KTM എന്ന് പറഞ്ഞ കമ്പനി ആ വണ്ടിക്ക് വേണ്ട ബ്രേക്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് അപകടത്തിൽ വരുന്ന ഒരു 18 to 19, 20 വയസ്സുള്ള പിള്ളേരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ചില പിള്ളേർക്ക് വണ്ടി നല്ലതായിട്ട് ഓടിക്കാൻ അറിയാം. ചിലർ വണ്ടി അവർക്ക് സ്പീഡാണ്, വണ്ടി പവറുണ്ട്. പക്ഷെ ആ പവറിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ ആദ്യം പഠിക്കണം. അത് പഠിക്കാണ്ട് നമ്മൾ വണ്ടി കൈ കൊടുത്ത് ഓടിച്ച് പെട്ടെന്ന് ഫ്രണ്ട് ബ്രേക്ക് കയറ്റി അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആവും. കാരണം KTM പറയുന്നത് തന്നെ അവരുടെ വണ്ടികൾ നിർത്താൻ വേണ്ടി എഞ്ചിൻ ബ്രേക്കിംഗ് ടെക്നോളജി ഉപയോഗിക്കാനാണ്. അതായത് നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ അടിച്ച് ഡൗൺ ചെയ്ത് നിർത്താനാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറെ കുറഞ്ഞു. ആദ്യ സമയത്തൊക്കെ ഭയങ്കരമായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ കുറെ ക്ലാസ്സുകൾ ക്ലബ് ചെയ്യുന്ന സമയത്ത് പുതിയ വണ്ടി എടുക്കുന്ന പിള്ളേർ കുറെ ക്ലാസ്സുകളൊക്കെ പണ്ട് RTO ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവം. വണ്ടിയുടെ കുഴപ്പമല്ല, ഓടിക്കുന്ന ആള് അതിനെ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമല്ല ഏത് വണ്ടിയാണല്ലോ അപകടത്തിൽ ഇരിക്കാതിരിക്കുള്ളൂ. ഉത്തരവാദിത്തത്തോടുകൂടി കുറഞ്ഞ ചെലവിൽ കൃത്യമായ സർവീസ് ലഭിക്കുന്നത് കൊണ്ടാണ് മറ്റ് ജില്ലകളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നത്. ഞാൻ റാന്നിയിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇവിടെ വരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് R15 ഉണ്ടായിരുന്ന ടൈമിൽ ഇങ്ങോട്ട് വരുമായിരുന്നേ. അപ്പം തൊട്ട് സുദർശൻ ചേട്ടൻ എന്ന് പറയുമ്പം നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം നമ്മളിപ്പോൾ ഷോറൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് ഇതിൻ്റെ ഇരട്ടി ചാർജ്. ഇവിടെ ആകുമ്പം ലേബർ കുറവുണ്ട്, പിന്നെ സർവീസൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരും. ഇപ്പോൾ ഷോറൂമിലാണെങ്കിൽ അവർ കറക്റ്റായിട്ട് സർവീസ് ചെയ്താലും ഇടയ്ക്ക് ഓരോ സംഭവങ്ങളൊക്കെ മിസ്സിങ്ങും ഇവിടുത്തെ അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല. ഇവിടെ ആയിരിക്കുമ്പം സുദർശൻ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് വേണ്ട ഒരു കാര്യം ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു തരും. വിഷ്ണുവിന്റെ ജോലിയിലുള്ള വൈദഗ്ധ്യം നേരിട്ട് കാട്ടിത്തരുന്നതാണ് വീട്ടുമുറ്റത്തും വർക്ക്ഷോപ്പിലും പറമ്പിലുമായി കാണുന്ന സ്പോർട്സ് ബൈക്കുകളുടെ നീണ്ട നിര. ന്യൂസ് ബ്യൂറോ, കോട്ടയം. LBSന്റെ പാമ്പാടി ഉപകേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് SSLC പാസ്സായവർക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ഫോൺ 9895041706, 048125055900. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏറ്റുമാനൂരിൽ വീണ്ടും കൂട്ട ആത്മഹത്യ. ഹൈക്കോടതി അഭിഭാഷകയായ യുവതി 2 പിഞ്ചുകുഞ്ഞുങ്ങളുമായി മീനച്ചിലാറ്റിൽ ചാടി മരിച്ചു. മരണപ്പെട്ടത് 5ഉം 2ഉം വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നു. ചാണ്ടി ഉമ്മൻ MLA പാമ്പാടിയിൽ ഏകദിന ഉപവാസം നടത്തി. സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ തിമിരം ബാധിച്ചെന്ന് VM സുധീരൻ. വെള്ളൂരിൽ പത്രവിതരണക്കാരന് നേരെ മുള്ളൻ പന്നിയുടെ ആക്രമണം. കാലിൽ 3 മുള്ളുകൾ തറച്ചു കയറി. മധ്യപ്രദേശിൽ മലയാളി വൈദികനെ ആക്രമിച്ച കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കണമെന്ന് PC തോമസ്. കേരള കോൺഗ്രസിന്റെ ധർണ പാലായിൽ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.